പ്രാരംഭ ദിവസങ്ങളിൽ തന്നെ വീണ്ടും ഒരിക്കൽ കൂടെ ദൈവസഭയോടൊപ്പം അഭിഷക്തന്മാരോടൊപ്പം ആയിരിക്കാൻ സ്വർഗം ഒരുക്കിയ വലിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് അധികാലം തുടങ്ങി പരിശുദ്ധാത്മാവ് എന്നെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വേദഭാഗമാണ് 68 സങ്കീർത്തനം 9 വാക്യം. ദൈവമേ, നീ ധാരാളം മഴ പെയ്യിച്ചു, ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു എന്നുള്ളത്. ഈ ആരാധനയുടെ നടുവിൽ വീണ്ടും അഭിഷക്തൻ അതേ വാചകങ്ങളെ ഏറ്റുപറയുമ്പോൾ അമേൻ, നിശ്ചയമായും ഇതിനകത്തൊരു ദൈവിക മർമ്മമുണ്ട്. ചിതറിയതിനെ കൂട്ടിച്ചേർക്കുന്ന, കൂടിച്ചേരാൻ കഴിയാതെ ചിതറിക്കിടക്കുന്ന മണ്ണിനെ കുഴച്ചെടുത്തൊന്നാക്കി തീർക്കുന്നതായ മഴയുടെ പ്രവൃത്തി പോലെ അസ്ഥികളെ ജീവിപ്പിക്കുന്ന, സൈന്യമാക്കി തീർക്കുന്ന ഒരു വലിയ ദൈവ മഴയുടെ സീസൺ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ള വലിയ ഉറപ്പോടുകൂടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠ ദൈവഭൃത്യനെയും കുടുംബത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവിന്റെ ദാസന്റെ പക്കൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ആടുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത്ഭുതകരമായ വീര്യപ്രവർത്തികളും അനുഗ്രഹങ്ങളും ദൈവം വാത്സല്യ കുടുംബങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളുമായി ധ്യാനിപ്പാൻ പരിശുദ്ധാത്മാവ് എന്റെ പക്കൽ ഏൽപ്പിച്ചത് ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 9-ാം വാക്യമാണ്. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യം. അതിനകത്തെ ആദ്യത്തെ 2 വാക്കുകൾ ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. അത് നെബൂഖദ്നേസറിന്റെ ധാരണയാണ്. എന്നാൽ ദാനിയേൽ ബേൽശസ്സറുമല്ല, ദാനിയേൽ മന്ത്രവാദി ശ്രേഷ്ഠനുമല്ല. അതിനുശേഷമുള്ളതായ ഭാഗത്തെ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യം. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും ഒരു രഹസ്യവും നിനക്ക് വിഷമമല്ലെന്നും ഞാൻ അറിയുന്നത് കൊണ്ട് ഞാൻ കണ്ട സ്വപ്നത്തിന്റെ താല്പര്യവും അർത്ഥവും പറയുക എന്ന് പറയുകയാണ്. ഇവിടെ നെബൂഖദ്നേസർ 2 പാർട്ടാണ് അവിടെ സംസാരിക്കുന്നത്. ഒന്ന്, ദാനിയേലിനെ കുറിച്ചുള്ള 2 അറിവുകളും ദാനിയേലിൽ നിന്ന് താൻ ആഗ്രഹിക്കുന്നതായ 2 വിഷയങ്ങളും. ദാനിയേലിൽ നിന്ന് താൻ ആഗ്രഹിക്കുന്നത് തന്റെ സ്വപ്നങ്ങൾക്കകത്ത് ഒരു അർത്ഥമുണ്ട്. there is some vision in my dream, അതെനിക്ക് വേണം. 2, അതിന്റെ മീനിങ്, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ, അത് എനിക്ക് വേണം. ഈ 2 കാര്യങ്ങളാണ് ദാനിയേലിനോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ അതല്ല ഇന്ന് ധ്യാനിക്കുന്നത്. ദാനിയേലിനെ നോക്കി നെബൂഖദ്നേസർ 2 കാര്യങ്ങൾ പറയുന്നു. അതിലെ 2-ാമത്തെ കാര്യമാണ് വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ട്. 2-ാമത്തെ ഭാഗം ഇതാണ് പറയുന്നത്, ഒരു രഹസ്യവും നിനക്ക് വിഷമമല്ല. ഇന്ന് പകൽക്കാലം ദൈവസഭയോടുള്ള ദൂത് ഇതാകുന്നു, ഒരു രഹസ്യവും നിങ്ങൾക്ക് വിഷമമല്ല. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ദാനിയേൽ 9, നോ സീക്രട്ട് ട്രബിൾസ് യു, നോ സീക്രട്ട് ട്രബിൾസ് യു. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ട്രബിളിംഗ് സീക്രട്ട് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ട്രബിളിംഗ് സീക്രട്ട്. ഇന്ന് ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമുണ്ട്. there is a secret troubling secret. എന്നാൽ ഇവിടെ ദാനിയേലിനെ നോക്കി പറയുകയാണ്, നോ സീക്രട്ട് ട്രബിൾസ് യു. നിന്നെ ഒരു രഹസ്യത്തിനും ട്രബിൾ ചെയ്യാൻ, അസ്വസ്ഥപ്പെടുത്താൻ കഴിയത്തില്ല എന്ന വാക്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നോ സീക്രട്ട് ട്രബിൾസ് യു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവമക്കളും ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഡിക്ലെയർ ചെയ്താട്ടെ, നോ സീക്രട്ട് ട്രബിൾസ് മീ. എന്റെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്താൻ ഒരു രഹസ്യ അജണ്ടകൾക്കും രഹസ്യ പദ്ധതികൾക്കും സാധ്യമല്ല. സഹോദരങ്ങളെ, ആംപ്ലിഫൈഡ് ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നോ സീക്രട്ട് മിസ്റ്ററി ഈസ് എ ബർഡൻ ഓർ ട്രബിൾസ് യു. ഒരു രഹസ്യ സംഗതിയും നമുക്കൊരു ഭാരമാകത്തില്ല, അത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുകയില്ല. ഒരു രഹസ്യവും, നോ സീക്രട്ട് മിസ്റ്ററി വിൽ ബി എ ബർഡൻ ഫോർ യു, നോ സീക്രട്ട് മിസ്റ്ററി, നോ സീക്രട്ട് ക്യാൻ ട്രബിൾ യു. ഇന്ന് പകൽക്കാലം ഈ ആരാധനയുടെ ആരംഭത്തിൽ ഞാൻ വചന ശുശ്രൂഷ ആരംഭിക്കുന്ന ഈ സമയത്ത് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്നു. ദൈവജനത്തിനെ അസ്വസ്ഥപ്പെടുത്താൻ, ട്രബിൾ ചെയ്യുവാൻ തക്കവണ്ണം എവിടെയൊക്കെ ഏതൊക്കെ സീക്രട്ടായി പദ്ധതികൾ, അജണ്ടകൾ രൂപീകരിക്കപ്പെടുന്നുവെങ്കിലും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് ക്യാൻസൽ ആകട്ടെ, അത് ക്യാൻസൽ ആകട്ടെ, അത് ക്യാൻസൽ ആകട്ടെ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇവിടെ ദാനിയേലിനോട് പറയുകയാണ്, ദാനിയേൽ, നീ അറിയണം, നിനക്ക് ഒരു രഹസ്യവും വിഷമമല്ല. ഇവിടെ ഒരു രാജാവിന് ചില രഹസ്യങ്ങൾ വിഷമമാണ്. സഹോദരങ്ങളെ, കോൺസ്പിറസിക്കകത്ത്, നിഗൂഢ പദ്ധതികൾക്കകത്ത്, നിഗൂഢ കൂട്ടുകെട്ടുകൾക്കകത്ത് എത്രയോ രാജ്യങ്ങൾ തകർന്നു പോയിട്ടുണ്ട്, എത്രയോ സാമ്രാജ്യങ്ങൾ തകർന്നു, എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ തകർന്നു, എത്രയോ സിംഹാസനസ്ഥർ താഴെ വീണു, എത്രയോ വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ തകർന്നു വീണു.
രഹസ്യ പദ്ധതികളിൽ കൂടെ, ഗൂഢാലോചനകളിൽ കൂടെ. അമേരിക്കയുടെ ഇരട്ട ഗോപുരങ്ങൾ തകർന്നു വീണത് ബിൻ ലാദന്റെ രഹസ്യ പദ്ധതിക്കകത്തായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തോളമായി നീണ്ടു നിൽക്കുന്ന ഗസയിലെ യുദ്ധം ആരംഭിച്ചത് ഒരു നിഗൂഢ പദ്ധതിക്കകത്ത് നിന്നായിരുന്നു. കഴിഞ്ഞ ദിവസം ഇറാനിൽ ഹമാസിന്റെ 2 ശക്തരായ നേതാക്കൾ കൊല്ലപ്പെടുന്നത് ഒരു നിഗൂഢ പദ്ധതിക്കകത്തായിരുന്നു. രാജ്യം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് രഹസ്യങ്ങളെയാണ്. അതുകൊണ്ടാണ് രാജ്യത്തിൽ ഏറ്റവും ശക്തമായി ഏറ്റവും രാജ്യങ്ങൾ പണം ചെലവഴിക്കുന്നത് അവരുടെ IB അല്ലെങ്കിൽ അവരുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കാണ്. ഭാരതമായിരുന്നാലും അമേരിക്കയായിരുന്നാലും ഈ ലോകത്തിലെ ഏത് വൻകിട രാഷ്ട്രമായിരുന്നാലും അവൻ രഹസ്യ പദ്ധതികളെ ഭയപ്പെട്ടുകൊണ്ട്, അവൻ രഹസ്യങ്ങളെ ഭയപ്പെട്ട് അവൻ ആ രഹസ്യ പദ്ധതികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ പരിശ്രമിക്കുകയാണ്. പക്ഷേ ഒരു സാമ്രാജ്യത്തിന്റെ തലവൻ ഒരു അഭിഷക്തനെ നോക്കിയിട്ട് പറയുകയാണ്, നോ സീക്രട്ട് ട്രബിൾസ് യു. ആമേൻ. രഹസ്യങ്ങൾ രാഷ്ട്രങ്ങളെ ട്രബിൾ ചെയ്യുമ്പോൾ, രഹസ്യങ്ങൾ രാജ്യത്തിന്റെ നേതാക്കന്മാരെ ട്രബിൾ ചെയ്യുമ്പോൾ, രഹസ്യങ്ങൾ സമ്പന്നന്മാരെ ട്രബിൾ ചെയ്യുമ്പോൾ, ആമേൻ, സീക്രട്ട് അജണ്ടാസ്, ആമേൻ, മിസ്റ്റീരിയസ് ആക്ടിവിറ്റീസ്, സീക്രട്ട് സ്ട്രാറ്റജീസ്, അത് ഒരു ലോകത്തെ മുഴുവനും ഭയപ്പെടുത്തുമ്പോൾ, ഇവിടെ നെബൂഖദ്നേസർ എന്ന ലോകം കണ്ട ശക്തമായ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ അധിപൻ ആ ചെറിയ മനുഷ്യനോട്, ദാനിയേൽ എന്ന പരദേശിയായിരിക്കുന്ന മനുഷ്യനെ നോക്കിയിട്ട് പറയുകയാണ്, നോ സീക്രട്ട് ട്രബിൾസ് യു. ഇന്ന് പകൽക്കാലം ഞാനതിനെ ആരംഭത്തിലേ പറയട്ടെ, ആത്മീയമായോ ഭൗമികമായോ നിങ്ങളുടെ ജോലി സ്ഥലത്തോ നിങ്ങളുടെ കുടുംബത്തിലോ തലമുറകൾക്കോ എവിടെയും എതിരെ ഒരുവിധമായിട്ടുള്ള സീക്രട്ട് അജണ്ടകളും അത് പ്രാക്ടീസ് ആകാൻ ദൈവം അനുവദിക്കത്തില്ല. നോ സീക്രട്ട് ട്രബിൾസ് യു. ഇന്ന് പകൽക്കാലം ദൈവവചനം തങ്ങളുടെ ഡയറികളിൽ എഴുതുന്നവർ വലിയ അക്ഷരങ്ങളിൽ, ക്യാപിറ്റലുകളിൽ എഴുതി അതിനെ ക്യാപ്ഷനായി കോളമിട്ട് വെച്ചാട്ടെ, നോ സീക്രട്ട് ട്രബിൾസ് മീ. ഒരു രഹസ്യവും എന്നെ അസ്വസ്ഥപ്പെടുത്തുകയില്ല. എന്റെ തലമുറയെ, എന്റെ ജീവിതത്തെ, എന്റെ ശുശ്രൂഷയെ, എന്റെ സഭയെ അസ്വസ്ഥപ്പെടുത്തുകയില്ല. ആമേൻ. എന്റെ സഹോദരങ്ങളെ, ഞാനൊരു യാഥാർത്ഥ്യം നിങ്ങളോട് പറയാം. ഇതൊരു ഭയങ്കരമായ ദൈവിക അധികാരമാണ്. രഹസ്യങ്ങൾ നമ്മളെ തൊടാതിരിക്കുക എന്നുള്ളത്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഇത് ദൂതന്മാർക്ക് മാത്രമുള്ളതായ ഒരു അധികാരമാണ്. യഹസ്കേലിന്റെ പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, യഹസ്കേലിന്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ ദൂതനെ കുറിച്ച്, പ്രഭു എന്ന് പറയുമ്പോൾ ഇവിടെ വീണുപോയ ദൂതനെ കുറിച്ച് പ്രവാചക വാക്യങ്ങളിൽ പറയുമ്പോൾ, യഹസ്കേൽ പ്രവചനം 28-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ പറയുകയാണ്, നീ ദൈവഭാവം നടിച്ചതുകൊണ്ട് നീ ദാനിയേലിലും ജ്ഞാനിയല്ലോ, നീ അറിയാതെ വണ്ണം മറച്ചു വെക്കാവുന്ന ഒരു രഹസ്യവും ഇല്ല എന്ന് പറയുകയാണ്. ഇവിടെ ദാനിയേലിനേക്കാൾ ജ്ഞാനിയായി, അല്ലെങ്കിൽ ദാനിയേലിനെ പോലെ രഹസ്യങ്ങൾ മറയ്ക്കപ്പെടാത്ത, രഹസ്യങ്ങളാൽ ഉപദ്രവിക്കപ്പെടാത്ത ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുന്നു. അത് ലൂസിഫർ എന്ന വീണുപോയ ദൂതനെ കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിക്കണമേ സഹോദരങ്ങളെ, രഹസ്യങ്ങൾ മനുഷ്യനെയും മനുഷ്യനിർമ്മിതമായ സാമ്രാജ്യങ്ങളെയും മനുഷ്യനിർമ്മിതമായ വ്യവസായങ്ങളെയും മനുഷ്യനിർമ്മിതമായ സ്ഥാപനങ്ങളെയും തകർക്കുമ്പോൾ ദൈവനിർമ്മിതമായ ദൂതന്മാർക്കും അഭിഷക്തന്മാർക്കും മാത്രമാണ് രഹസ്യങ്ങളാൽ, രഹസ്യ പദ്ധതികൾക്കകത്ത് മുറിവേൽക്കാതിരിക്കുന്നതെന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ചോദിക്കാം, എന്താണ് ഈ ട്രബിളിംഗ് സീക്രട്സ്? ഇവിടെ പറയുകയാണ്, നോ മിസ്റ്ററി, നോ സീക്രട്ട് വിൽ ട്രബിൾ യു എന്ന് പറയുന്നു. അപ്പോൾ there are some troubling secrets. വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. There are some ട്രബിളിംഗ് സീക്രട്സ്. എന്റെ സഹോദരങ്ങളെ, ഒരു ദൈവ പൈതൽ ഇതിനെ ഡിസേൺ ചെയ്യേണ്ടതാണ്. ഞാൻ ഇന്ന് പറയുന്നത് ഒത്തിരി ആവേശജനകമായിരിക്കുന്ന ഒരു ദൈവവചന ശുശ്രൂഷയായിരിക്കത്തില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് ദൈവമക്കളുടെ അറിവിന്റെ തലങ്ങളിൽ, ആത്മമണ്ഡലത്തിൽ ഇത് പ്രയോജനപ്പെടുന്ന വിഷയമായിരിക്കുമെന്ന്. സ്തോത്രം. There are some troubling secrets. ആമേൻ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ആരോഗ്യത്തിനെതിരെ, നമ്മുടെ കുടുംബത്തിനെതിരെ, നമ്മുടെ തലമുറകൾക്കെതിരെ, നമ്മുടെ ശുശ്രൂഷയ്ക്കെതിരെ, നമ്മുടെ സഭയ്ക്കെതിരെ, നമ്മുടെ ഫിനാൻഷ്യൽ റലത്തിനെതിരെ, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റികൾക്കെതിരെ some secrets are there, some troubling secrets are there. പക്ഷേ ഒരു അഭിഷേകത്തിന്റെ തലത്തിൽ ഒരു മനുഷ്യൻ കയറി കഴിയുമ്പോഴാണ് ഈ ട്രബിളിംഗ് സീക്രട്സിനെ അവൻ ഓവർകം ചെയ്യുവാൻ കഴിയുന്നത്. ഇന്ന് പകൽക്കാലം ദാനിയേലിന്റെ അടുക്കൽ നെബൂഖദ്നേസർ പറയുന്നതിന്റെ കാരണം ഇങ്ങനെയാണ്. ദാനിയേലിന്റെ അടുക്കൽ പറയുന്നത്, ദാനിയേൽ,
വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ട്. അതുകൊണ്ട് നിനക്ക് സ്തോത്രം ഈ രഹസ്യങ്ങൾ ഒരു പ്രശ്നമായി മാറ്റപ്പെടത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ ആവർത്തിക്കട്ടെ, നമ്മുടെ മേൽ ദൈവം പകരുന്ന സ്വർഗീയ ദൂതന്മാരെക്കാട്ടോടൊപ്പം നമ്മളെ നിർത്തുവാൻ പ്രാപ്തമാകുന്ന ദൈവിക അഭിഷേകം, തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് ഈ ട്രബിളിംഗ് സീക്രട്സിനെ നമ്മളെ അലോസരപ്പെടുത്താൻ സാധ്യതയുള്ള, നമ്മളെ ബേർഡൻഡ് ആക്കാൻ സാധ്യതയുള്ള ഈ ട്രബിളിംഗ് സീക്രട്സിൽ നിന്ന് നമ്മളെ ജയശാലികളാക്കി മാറ്റുന്നത്. ഞാനിത് ദൈവവചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവമക്കൾ ആത്മാവിൽ നിങ്ങളുടെ കുടുംബങ്ങളെ ട്രബിൾ ചെയ്യുന്ന രഹസ്യ പദ്ധതികളെ യേശു ക്രിസ്തുവിന്റെ രക്തത്താലും ആത്മാവിനാലും വചനത്താലും നാമത്തിനാലും നിങ്ങൾ ക്യാൻസൽ ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങളുടെ ബിസിനസ്സിന്, നിങ്ങളുടെ മിനിസ്ട്രിക്ക്, നിങ്ങളുടെ വെൽബീയിങ്ങിനെതിരായ പൈശാചിക ഡിമോണിക് മിസ്റ്ററീസിനെ, ഈവിൾ സീക്രട്ട് അജൻഡാസിനെ നിങ്ങൾ യേശുവിന്റെ രക്തത്തിൽ ക്യാൻസൽ ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ ആരാധന കഴിഞ്ഞ് നാം വെളിയിൽ ഇറങ്ങുമ്പോൾ സം ട്രബിളിംഗ് സീക്രട്സ് ക്യാൻസൽ ആയി എന്ന് വ്യക്തമായി നമുക്ക് കാണുവാൻ ഇടവരണം. ഹോളി സ്പിരിറ്റ് പ്രഭാനി മറഞ്ഞു കിടക്കുന്ന പൈശാചിക പദ്ധതികളും, മറഞ്ഞു കിടക്കുന്ന ദുരാലോചനകളും, മറഞ്ഞു കിടക്കുന്ന അന്ധകാര ശക്തികളും വെളിയിൽ വരട്ടെ. There may be some mysterious things hidden somewhere. പക്ഷേ മൾട്ടയുടെ ദ്വീപിൽ വിറവിന് വാരിയിട്ട് തീയുടെ ചൂട് ആർദ്ദിപ്പിക്കുന്ന പൗലോസിന്റെ മുൻപാകെ മറഞ്ഞു കിടന്നതായ ട്രബിളിംഗ് സീക്രട്ടുകൾ കയ്യേൽ കൊത്തി വെളിയിൽ വന്നതുപോലെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാരുടെ മുൻപാകെ ട്രബിളിംഗ് സീക്രട്ടുകൾ പുറത്തു വരും. ട്രബിളിംഗ് സീക്രട്ടുകൾ പുറത്തു വരും. കുടുംബത്തെ ട്രബിൾ ചെയ്യുന്ന, തലമുറകളെ ട്രബിൾ ചെയ്യുന്ന ട്രബിളിംഗ് സീക്രട്ടുകൾ ഇതിനകത്ത് ക്യാൻസൽ ആകട്ടെ. എന്റെ സഹോദരങ്ങളെ, ട്രബിളിംഗ് സീക്രട്ടിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ട്രബിളിംഗ് സീക്രട്ട് ഞാൻ ആവർത്തിക്കട്ടെ. ഈ വചന ശുശ്രൂഷയുടെ നടുവിൽ ഇത് ഒരു ദൈവവചനം നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആത്മമണ്ഡലത്തിൽ നിങ്ങളുടെ ഫാമിലിക്കെതിരായി, നിങ്ങളുടെ പേഴ്സണാലിറ്റിക്കെതിരായി, നിങ്ങളുടെ കരിയറിനെതിരായി, നിങ്ങളുടെ മിഷനെതിരായി, നിങ്ങളുടെ പാഷനെതിരായി ശത്രു ഉയർത്തുന്ന സകല സീക്രട്ട് അജൻഡാസിനെയും ക്യാൻസൽ ചെയ്തുകൊണ്ടേയിരിക്കണം. യേശുവിന്റെ രക്തത്താലും നാമത്തിനാലും വചനത്തിനാലും ആത്മാവിന്റെ അധികാരത്തിനാലും. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം, ഇവിടെ ദാനിയേലിനെ നോക്കിയിട്ട് പറയുകയാണ്, നോ സീക്രട്ട് ക്യാൻ ട്രബിൾ യു. എന്താണ് അതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നീണ്ട 21 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദാനിയേൽ മുൻപോട്ട് പോവുകയാണ്. ദാനിയേൽ നീണ്ട 21 ദിവസം പ്രാർത്ഥനയിൽ ആണ്. ദാനിയേൽ പ്രാർത്ഥിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയാണ്. ദാനിയേൽ പ്രാർത്ഥിക്കുന്നത് സ്വന്തമായ ഒരു താല്പര്യത്തിന് വേണ്ടിയല്ല. പകരമോ ദാനിയേൽ പ്രാർത്ഥിക്കുന്നത് സ്തോത്രം ദൈവം നൽകിയ വെളിപ്പാടിനനുസരിച്ചാണ്. അതിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു വെളിപ്പാടിന്റെ നടുവിലാണ് ദാനിയേൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നത്. പക്ഷേ പ്രാർത്ഥന ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു. 3 ആഴ്ചയായിട്ടും തന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കിട്ടുന്നില്ല. ദാനിയേൽ ആശങ്കാകുലനാകുവാൻ തുടങ്ങിക്കാണും. ദാനിയേൽ ഉപവാസത്തോടെ, സ്വാദുപദാർത്ഥങ്ങളെല്ലാം വെടിഞ്ഞ് ഉപവാസത്തോടെ 3 ആഴ്ച പ്രാർത്ഥിക്കുകയാണ്, വിടാതെ പ്രാർത്ഥിക്കുകയാണ്. പ്രതിസന്ധികളിൽ തളരാതെ താൻ 3 ആഴ്ച തുടർമാനമായി പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ 3 ആഴ്ച തികയുന്ന 21-ാം ദിവസം തന്റെ അരികിൽ ഗബ്രിയേൽ ദൂതൻ അരികെ നിൽക്കുന്നത് കണ്ടു. ദൂതൻ വന്ന് ദാനിയേലിന്റെ അടുക്കൽ 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ 10-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദാനിയേലിന്റെ അടുക്കൽ പറയുകയാണ്, ദാനിയേലെ നീ ഭയപ്പെടുകണ്ട എന്ന് പറയുകയാണ്. എന്താണ് ഇവിടെ ദാനിയേലിന്റെ അടുക്കൽ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞതിന്റെ കാരണം ഞാൻ പറയാം. 3 ആഴ്ചകളായി താൻ ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നിട്ടും ഒരു മറുപടി ലഭിക്കാതിരുന്നപ്പോൾ ദാനിയേലിന്റെ അകത്തെവിടെയോ ഭയമുണ്ടായി. സഹോദരങ്ങളെ, യാഥാർത്ഥ്യമായ ഒരു കാര്യം ഞാൻ പറയാം. പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിച്ചാൽ ഒരു ഭക്തന്റെ ഹൃദയം ഭയപ്പെടുവാൻ തുടങ്ങും. സ്തോത്രം. പ്രാർത്ഥനയുടെ മറുപടി താമസിക്കുമ്പോൾ ഒരു ഭക്തന്റെ ഹൃദയത്തിൽ ആശങ്കകളും ആകുലതകളും കടന്നു വരുവാൻ തുടങ്ങും. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ ദാനിയേലിനോട് പറയുകയാണ്, നീ ഭയപ്പെടണ്ട, നീ പ്രാർത്ഥിപ്പാൻ, നിന്നെ തന്നെ താഴ്ത്തുവാൻ തക്കവണ്ണം മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് ഞാൻ കേട്ടു. നിന്റെ വാക്ക് കേൾക്കുക മാത്രമല്ല, നിന്റെ വാക്ക് കേട്ട് ദൂതന്മാർ അയക്കപ്പെടുകയും ചെയ്തു. പക്ഷെ നീ അറിയേണ്ട ഒരു സീക്രട്ട് ഉണ്ട്.
നീ ആലോചിച്ചില്ലേ എന്താ 21 ദിവസമായിട്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത്? 21 ദിവസം പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിക്കുമ്പോൾ ഓരോ ദിവസവും നീ പിന്നെയും പിന്നെയും നിന്നെ താഴ്ത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി, നീ ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, നീ കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി, നീ കവിണ്ണു വീണ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ ദാനിയേൽ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരുന്നത് നിന്റെ അലസത കൊണ്ടോ, നിന്റെ ഉദാസീനത കൊണ്ടോ, നിന്റെ തെറ്റുകൾ കൊണ്ടോ, കുറ്റങ്ങൾ കൊണ്ടോ അല്ല. പകരം അതിന്റെ പിമ്പിൽ ഒരു മിസ്റ്ററി ഉണ്ട്, അതിന്റെ പിമ്പിൽ ഒരു ട്രബിളിംഗ് സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ട് ഞാൻ നിന്നോട് പറയാം. നീ ആയിരിക്കുന്ന ദേശത്തിന്റെ പ്രഭു, ദ ടെറിട്ടോറിയൽ പ്രിൻസ്, ഈ കഴിഞ്ഞ 21 ദിവസങ്ങൾ നിന്റെ പ്രാർത്ഥനയെ തടയുകയായിരുന്നുവെന്ന് അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്. ഒരു ട്രബിളിംഗ് സീക്രട്ട് ആണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. മിസ്റ്റീരിയസ് പ്രിൻസസ് ഓഫ് ദ ടെറിട്ടറി, ഹോളി സ്പിരിറ്റ്. ഇന്ന് പകൽക്കാലം ദൈവമക്കൾ തിരിച്ചറിയണം, മിസ്റ്റീരിയസ് പ്രിൻസസ് ഓഫ് ദ ടെറിട്ടറി, ദേശത്തിന്റെ രഹസ്യമായിരിക്കുന്ന ഗൂഢമായിരിക്കുന്ന, സ്തോത്രം, മറഞ്ഞിരിക്കുന്ന ദേശാധിപ ശക്തികൾ. ദാറ്റ് ഈസ് എ സീക്രട്ട്, ട്രബിളിംഗ് സീക്രട്ട്. പക്ഷേ ദാനിയേലിനെ നോക്കി നെബൂഖദ്നേസർ പറയുകയാണ്, ഇല്ല ദാനിയേൽ, ഒരു രഹസ്യത്തിനും നിന്നെ ബുദ്ധിമുട്ടിക്കാൻ കഴിയത്തില്ല. നിന്റെ ദേശത്തിൽ ഏത് ദേശാധിപതി രഹസ്യമായി അരങ്ങ് തകർത്തു വാണാലും നിന്നെ അതിനൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് എനിക്കറിയാമെന്ന് പറയുകയാണ്. എന്റെ സഹോദരങ്ങളെ, നാം ഓരോ ദേശാധിപതിയുടെ രഹസ്യ പോരാട്ടം തെസലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതിനോടനുബന്ധമായ മറ്റൊരു രഹസ്യ പവറിനെ നമുക്ക് കാണുവാൻ കഴിയും. തെസലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. എന്റെ സഹോദരങ്ങളെ, മലയാളത്തിൽ അധർമ്മത്തിന്റെ മർമ്മം എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ NIV, ന്യൂ ഇന്റർനാഷണൽ വേർഷനിലേക്ക് നിങ്ങൾ വന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് ദ സീക്രട്ട് പവർ ഓഫ് ഇനിക്വിറ്റി, ദ സീക്രട്ട് പവർ ഓഫ് ലോലെസ്നെസ് എന്നാണ് പറയുന്നത്. അധാർമികതയുടെ പിൻപിലുള്ള സീക്രട്ട് പവർ എന്നാണ് പറയുന്നത്. NIV വെർഷനിൽ എപ്പോഴെങ്കിലും നിങ്ങൾ അത് നോക്കണം. ദ സീക്രട്ട് പവർ ഓഫ് ലോലെസ്നെസ്, അധാർമികതയുടെ പിൻപിലുള്ളതായ ഒരു രഹസ്യ ഫോഴ്സ് എന്ന് പറയുകയാണ്. ഇന്ന് ഞാൻ എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് പറയട്ടെ, there is a secret power, there is a secret force in this world. ഈ ലോകത്തിൽ വ്യാപരിക്കുന്ന ഒരു സീക്രട്ട് പവർ ഉണ്ട്. എന്നെ പൗലോസ് പറയുന്നത് the secret power of lawlessness, അധാർമികതയുടെ ഒരു സീക്രട്ട് പവർ, ഒരു ഫോഴ്സ് അതിന്റെ അകത്തുണ്ടെന്ന്. നിന്റെ കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയങ്ങളുടെ പിമ്പിൽ ഉള്ളതായ സീക്രട്ട് പവറുകളെ നീ ക്യാൻസൽ ചെയ്യുന്നവനായിരിക്കണം. പക്ഷെ നെബൂഖദ്നേസർ ദാനിയേലിനെ നോക്കി പറഞ്ഞു, നോ സീക്രട്ട് ട്രബിൾസ് യു. എന്റെ ദേശത്ത് ഏതൊക്കെ സീക്രട്ട് പവറുകൾ ഉണ്ടെങ്കിലും, അധാർമികതയുടെ ദോഷത്തിന്റെ ഏതൊക്കെ സീക്രട്ട് പവറുകൾ എന്റെ ദേശത്തിൽ എനിക്കെതിരെ ഉണ്ടെങ്കിലും അതിന്റെ ആ പവറുകൾ, ആ സീക്രട്ട് പവറുകൾ എന്റെ നേരെ വില പോവുകയില്ല. എന്റെ സഹോദരങ്ങളെ, ഞാൻ മറ്റൊരു പ്രധാന വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിലേക്ക്, 5-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് വീണ്ടും ടെറിട്ടോറിയൽ അതോറിറ്റിയുടെ പിമ്പിൽ, ടെറിട്ടോറിയൽ പവറിന്റെ പിമ്പിൽ, കിങ്ഡത്തിന്റെ പിമ്പിൽ ഉള്ളതായിട്ടുള്ള ചില രഹസ്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. 17-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, മിസ്റ്ററി ബാബിലോൺ ദ ഗ്രേറ്റ്. കണ്ടോ, മഹാസാമ്രാജ്യമായിരിക്കുന്ന, മഹത്വരമെന്ന് ആമേൻ ലോകം പറയുന്ന, ഇവിടെ 3 ഭാഗമായിട്ടാണ് അവിടെ പറയുന്നത്. 1 മിസ്റ്ററി, 2 ബാബിലോൺ ദ ഗ്രേറ്റ്, 3 ദ മദർ ഓഫ് ഹാർലറ്റ്സ്. ഇവിടെ 3 ദർശനമാണ് പറയുന്നത്. 1 സാധാരണക്കാരനായ ഒരു മനുഷ്യൻ നോക്കുമ്പോൾ ബാബിലോണിന്റെ അകത്തുള്ള രഹസ്യങ്ങൾ അവൻ അറിയാൻ കഴിയത്തില്ല, അതൊരു രഹസ്യമാണ്. 2ാമത് ഒരു ലൗകികനായ മനുഷ്യൻ നോക്കുമ്പോൾ ദ ബാബിലോൺ ഈസ് ഗ്രേറ്റ് സിറ്റി, അതൊരു ഗ്രേറ്റ് കിങ്ഡം ആണ്. എന്നാൽ നോക്കുമ്പോൾ സകല മ്ലേച്ഛതകളുടെയും വേശ്യകളുടെയും മാതാവ് എന്ന് പറയുകയാണ്. ഞാനിത് പറഞ്ഞു വന്നതിന്റെ സാരം, സഹോദരങ്ങളെ, there is a mystery behind the kingdoms. ആമേൻ. രാജ്യത്വങ്ങളുടെ പിമ്പിൽ ഒരു സീക്രട്ട് പവർ ഉണ്ട്. അതാണ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, the secret power behind lawlessness. അതിനെ തടുക്കുന്നത് എന്തെന്നാണ് അതിന്റെ 7-ാം വാക്യത്തിൽ തന്നെ പറയുന്നത്, ഇതുവരെ തടുക്കുന്ന ഒരുത്തൻ അവിടെ നിൽക്കുന്നു എന്ന് പറയുകയാണ്. ഇന്നെന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളെ, ഇതാണ് ദാനിയേലിന്റെ അടുക്കൽ നെബൂഖദ്നേസർ പറഞ്ഞത്, there may be secret
പവേഴ്സ് അഗെയിൻസ്റ്റ് യു. പക്ഷേ അതിനെ തടുക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരു ദൈവ പൈതലിനുണ്ടെങ്കിൽ, രണ്ട് തെസ്സലോനിക്കർ 2:7 പറയുകയാണ്, there is a secret power of lawlessness. ആമേൻ. അധാർമികതയുടെ, ഇന്നിക്വിറ്റിയുടെ ഒരു സീക്രട്ട് പവർ അവിടെയുണ്ട്. പക്ഷേ അതിനെ തടുക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് കൃപായുഗത്തിൽ ദൈവജനത്തിന് വേണ്ടിയുണ്ട്. ആകയാൽ ദൈവസഭകളിൽ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിന്റെ അചഞ്ചലമായിരിക്കുന്ന സാന്നിധ്യം, വ്യക്തി ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറസാന്നിധ്യം, കുടുംബ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറസാന്നിധ്യം, രാത്രിയുടെ യാമങ്ങൾ പ്രാർത്ഥനാമുഖത്ത് അഭിഷേകത്തിന്റെ അഗാധതകളിലേക്ക് ഇറങ്ങുന്ന ദൈവശക്തി കത്ത് കുളിച്ചു നിൽക്കുന്ന അഭിഷക്ത പ്രഭുക്കന്മാർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അവിടെ പറയുന്നത് ദ മിസ്റ്ററി ബിഹൈൻഡ് കിങ്ഡംസ്. എന്റെ സഹോദരങ്ങളെ, ബാബിലോൺ എന്ന ഒരു വാക്കിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ബൈബിളിൽ ബാബേൽ അല്ലെങ്കിൽ ബാബിലോൺ എന്ന് നമ്മൾ ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ബാബിലോൺ എന്ന അവസാനം നമ്മൾ വായിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. കാരണം ആദിയോടന്തം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ബാബിലോൺ എന്ന് പറയുന്നത്. എന്റെ സഹോദരങ്ങളെ, ഈ ബാബിലോൺ ഒരു സാധാരണമായ രാഷ്ട്രമല്ല. There is a secret power behind that kingdom. അതിനുശേഷം പേർഷ്യൻ കിങ്ഡത്തിനകത്തും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു സ്തോത്രം, ആദിമ ബാബിലോൺ ഉണ്ടായത് എവിടെ എന്ന് പറഞ്ഞാൽ, നോഹയുടെ പ്രളയത്തിന് ശേഷം ദൈവത്തിന് വിരോധമായി മനുഷ്യന്റെ പേരുയർത്തുന്ന ഗോപുരവും പട്ടണവുമായിട്ടാണ് ഏൻഷ്യൻ ബാബിലോൺ കയറി വരുന്നത്. രണ്ടാമത് നെബൂഖദ്നേസറിന്റെ കാലത്ത് ഇസ്രായേലിനെതിരായിട്ട്, ദൈവജനത്തിനെതിരായി, ദൈവാലയത്തിനെതിരായി, ദൈവ പദ്ധതിക്കെതിരായിട്ട് ഒരു ബാബിലോൺ എഴുന്നേറ്റ് വന്നു. അതായിരുന്നു നെബൂഖദ്നേസറിന്റെ ബാബിലോൺ. ആ ബാബിലോൺ തകർന്നുപോയി. ഏതാണ്ട് 1 നൂറ്റാണ്ടിനകം ആ ബാബിലോൺ തകർന്നുപോയി. അതിന് അനന്തരമായിട്ട് ഏതാണ്ട് ഇന്നേക്കൊരു 20 വർഷം മുമ്പ് തകർന്നുപോയ ഒരു രാജ്യത്തിന്റെ ചരിത്രം നമുക്കറിയാം. സദാം ഹുസൈന്റെ ഇറാഖ്. സദാം ഹുസൈൻ ആരായിരുന്നു എന്നാണ് തന്നെത്താൻ വിശേഷിപ്പിച്ചത് എന്നറിയാമോ? ദ സൺ ഓഫ് നെബൂഖദ്നേസർ. എന്റെ അപ്പൻ നെബൂഖദ്നേസർ ആണ് എന്ന് പറഞ്ഞ് നെബൂഖദ്നേസറിന്റെ കൊട്ടാരം പോലെ ഒരു കൊട്ടാരം താൻ ഇറാഖിൽ പണിയുവാൻ തുടങ്ങി. ഇന്നും അതിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഇറാഖിന് ചുറ്റും താൻ പുരാതന കാലത്ത് താമ്രം കൊണ്ട് പൊതിഞ്ഞ ഇരുമ്പ് കൊണ്ട് അലങ്കരിച്ചിരുന്നതായ നെബൂഖദ്നേസറിന്റെ മതില് പോലെ നീല നിറത്തിൽ കുളിച്ചു നിൽക്കുന്ന, സൂര്യവർണ്ണത്തിൽ വിവിധങ്ങളായ മൃഗരൂപങ്ങൾ തെളിഞ്ഞു വരുന്നതായ ഇഷ്താർ ഗേറ്റ് എന്ന് പേര് വിളിക്കുന്നതായ ബാബിലോണിന്റെ മതിലുകളും ഗേറ്റുകളും യെശയ്യാ 45 ഇരുമ്പോട് അമ്പലങ്ങളെ തകർത്ത് താമ്രക്കതകുകളെ ഉടയ്ക്കുമെന്ന് പറഞ്ഞ ആ ഇഷ്താർ ഗേറ്റുകളെ റിസ്റ്റോർ ചെയ്യുന്നവനായിരുന്നു സദാം ഹുസൈൻ. കണ്ടംപററി വേൾഡിൽ ഒരു ബാബിലോൺ കിങ്ഡം ഉണ്ട്. എന്റെ സഹോദരങ്ങളെ, ഇറാഖ് തകർന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇറാഖിന്റെ പിന്നിലുള്ള നിഗൂഢ പദ്ധതി ഇന്നും തകർന്നിട്ടില്ല. ഇറാഖിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ ഇറാഖിന്റെയും ആജന്മ ശത്രു ക്രിസ്ത്യാനിത്വത്തിന് ചുമൽ കൊടുക്കുന്നതും ക്രിസ്ത്യാനിത്വത്തിന് കൈത്താങ്ങൽ കൊടുക്കുന്നതുമായ ലോക രാഷ്ട്രങ്ങൾക്കെതിരെയാണ് ഇറാഖ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണമേ. ഒന്നാമത് ഇറാഖ് ദൈവത്തിനെതിരായിരുന്നു. ഒന്നാമത് ബാബിലോൺ ദൈവത്തിനെതിരായിരുന്നു. 2 ബാബിലോൺ ദൈവാലയം നിൽക്കുന്ന ജെറുസലേമിനെതിരായിരുന്നു. 3 ബാബിലോൺ ആയിരിക്കുന്ന സദാം ഹുസൈന്റെ നിയോ ബാബിലോൺ എംപയർ, അത് ദൈവസഭയ്ക്ക് മിഷനറിമാർക്ക് കൈത്താങ്ങൽ നൽകുന്ന രാജ്യത്തിനെതിരായിരുന്നു. ആ രാജ്യം തന്നെയാണ് ഒടുവിൽ സദാം ഹുസൈൻ എന്ന് പറയുന്ന നിയോ ബാബിലോൺ എംപയറിനെ തകർത്ത് കളഞ്ഞത്. എന്നാൽ ഇന്നും അതിന്റെ അവശേഷിപ്പുകൾ ഐസിസ് എന്നും വിവിധങ്ങളായ പേരുകളിൽ വ്യാപരിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള സ്പിരിറ്റ്, the secret power behind the Babylon kingdom, അതൊരു മിസ്റ്ററിയാണ് എന്ന് പറയുകയാണ്. ഇത് അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. The coming Babylon, the പ്രൊഫസികളിൽ കാണപ്പെടുന്നതായ, പ്രവചനങ്ങളിൽ കാണപ്പെടുന്ന ഒരു ബാബിലോൺ, അതാണ് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യം. ആ 17-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഈ മിസ്റ്റീരിയസ് ബാബിലോണിലേക്ക് കടന്നു വരുമ്പോൾ, അതിന്റെ താഴത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഈ ബാബിലോൺ ആർക്കെതിരെയാണ് നിൽക്കുന്നത് എന്ന് നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, അതിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് മത്തയായിരിക്കുന്ന ബാബിലോൺ. സ്തോത്രം. ആ ബാബിലോണിലേക്ക് നാം നോക്കിക്കഴിഞ്ഞാൽ അതൊരു കൊമേഴ്സ്യൽ സിറ്റി എന്നാണ്
നമുക്ക് കാണുവാൻ കഴിയുന്നത്. 18-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടുഞ്ചുവപ്പ്, ചന്ദനത്തരം, ആനക്കൊമ്പ് കൊണ്ടുള്ള സകലവിധ സാമാനം, വിലയേറിയ മരം, പിച്ചള, ഇരുമ്പ്, മർമരക്കല്ല് കൊണ്ടുള്ള ഓരോ സാമാനം, ലവംഗം, ഏലം, ധൂപവർഗം, മൂറ, കുന്തിരിക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, അങ്ങനെ താഴെ വന്ന് മനുഷ്യന്റെ ദേഹവും മനുഷ്യന്റെ പ്രാണനും വരെ നൽകുന്നതായ ഒരു കൊമേഴ്സ്യൽ ഹബ്ബായിട്ടാണ് ഈ ബാബിലോണിനെ ലോകം കാണുന്നത്. ഒരു കൊമേഴ്സ്യൽ ഹബ്ബാണ്. ഏലം നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നതാണ്. സ്തോത്രം. ഇനിയും ഓരോന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, സ്തോത്രം, ഇതിലെ ഓരോ സാധനങ്ങളും പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ്. സ്തോത്രം. മൂറും കുന്തിരിക്കവും വീഞ്ഞും ഒക്കെ അത് പാലസ്തീനിന്റെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് കയറി വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ലോകത്തിന്റെ 4 ദിക്കിലുള്ളതായിട്ടുള്ള കൊമേഴ്സ്യൽ പ്രൊഡക്ട്സുകൾ ഒരുമിച്ച് വന്ന് സെയിൽ ചെയ്യുന്നതായിട്ടുള്ള ഒരു കൊമേഴ്സ്യൽ ഹബ്ബായിരുന്നു മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ ബാബിലോൺ എന്ന് പറയുന്നത്. സ്തോത്രം. അതിന്റെ ഏറ്റവും ഒടുവിലായി പറയുന്ന മനുഷ്യന്റെ ശരീരം, മനുഷ്യന്റെ പ്രാണൻ, ഇതൊക്കെ വിൽക്കുന്നതായ ഒരു കൊമേഴ്സ്യൽ ഹബ്ബ്. അതിലേക്കൊക്കെ നാം ശ്രദ്ധിച്ചാൽ ഏറ്റവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും നവീന ടെക്നോളജിയും സാധ്യതകൾ വിൽക്കപ്പെടുന്ന സ്ഥലം. സിംപ്ലി പറഞ്ഞാൽ സോഫ്റ്റ്വെയർ സെയിൽസ്. സോഫ്റ്റ്വെയർ ആകട്ടെ, ഹാർഡ്വെയർ ആകട്ടെ, ഫുഡ് ഐറ്റംസ് ആകട്ടെ, പെർഫ്യൂംസ് ആകട്ടെ, ലോകത്തിൽ എവിടെ നിന്ന് സ്പൈസസ് ആകട്ടെ, ലോകത്തിന്റെ ഏത് ദിക്കിൽ കിട്ടുന്ന സാധനങ്ങളും ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കിടക്കുന്ന ഏലവും കുരുമുളകും തുടങ്ങി അമേരിക്കയുടെ ഉപമുറികളിൽ രൂപീകരിക്കപ്പെടുന്ന സോഫ്റ്റ്വെയർ തുടങ്ങി മിഡിൽ ഈസ്റ്റിലെ ഫ്രൂട്ട്സ് വരെയും ലോകത്തിന്റെ സകല ദിക്കിൽ നിന്നുമുള്ള കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ വിൽക്കുന്ന കൊമേഴ്സ്യൽ ഹബ്ബായിരുന്നു ബാബിലോൺ എന്ന് പറയുന്നത്. എന്നാൽ ഇത് മനുഷ്യന്റെ കാഴ്ചപ്പാട്. പക്ഷേ കൊമേഴ്സ്യൽ ഹബ്ബ് എന്ന് ലോകം വിളിച്ച ബാബിലോണിനെ കുറിച്ച് 17-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുകയാണ്, വിശുദ്ധന്മാരുടെയും യേശുവിന്റെ സാക്ഷികളുടെയും രക്തത്തെ കുടിക്കുന്നതായ ഒരു കിങ്ഡമായിരുന്നു അതെന്ന്. ഞാൻ ആവർത്തിക്കട്ടെ സഹോദരങ്ങളെ, there is a secret power behind the kingdoms of this world. അതുകൊണ്ടാണ് ദാനിയേലിനെ നോക്കി പറഞ്ഞത്, no secret troubles you. ഇന്ന് പകൽക്കാലം ജനം ഒരു കാര്യം തിരിച്ചറിഞ്ഞേക്കണം. എവരി കൊമേഴ്സ്യൽ ഹബ്ബ്, എവരി കൊമേഴ്സ്യൽ ഹബ്ബ്, അതൊരു പക്ഷേ ഒരു സിറ്റി ആയിരിക്കാം, അതൊരു GCCയിലെ ഒരു കൺട്രി ആയിരിക്കാം, ഒരു സ്റ്റേറ്റ് കൺട്രി ആയിരിക്കാം, അത് US-ലെ ഒരു സ്റ്റേറ്റ് ആയിരിക്കാം, അത് യൂറോപ്യൻ യൂണിയനിലെ ഒരു സിറ്റി ആയിരിക്കാം, അത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആയിരിക്കാം. ഒരു റിയാലിറ്റി നിങ്ങൾ തിരിച്ചറിഞ്ഞു കൊള്ളണം. ബിഹൈൻഡ് എവരി കൊമേഴ്സ്യൽ ഹബ്ബ്, ബിഹൈൻഡ് എവരി കിങ്ഡം there is a secret power. അതാണ് 2 തെസ്സലോനിക്കർ 2:7 പൗലോസ് പറയുകയാണ്, the secret power behind iniquity, the secret power behind lawlessness. പ്രപഞ്ചത്തിന്റെ അധികാരങ്ങളുടെ പിറകിൽ നിൽക്കുന്നതായിട്ടുള്ള, ലോകരാജ്യത്വങ്ങളുടെ പിന്നിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു രഹസ്യ ശക്തി. എന്നാൽ ദാനിയേലിനെ നോക്കി നെബൂഖദ്നേസർ പറഞ്ഞു, നോ 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 ദാനിയേലേ, ഒരു രഹസ്യവും നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കത്തില്ല. നോ സീക്രട്ട് ട്രബിൾസ് യു. ഇന്ന് പകൽക്കാലം ലോകത്തിന്റെ ഒരു രാജ്യത്വങ്ങൾക്കും ലോകത്തിന്റെ ഒരു അധികാരങ്ങൾക്കും ഒരു അഭിഷക്തനെ ട്രബിൾ ചെയ്യാൻ കഴിയത്തില്ല. ബാബിലോൺ, മെദോ, പേർഷ്യ എന്നിങ്ങനെ 3 സാമ്രാജ്യങ്ങളുടെ അധികാര ശൃംഖലകളിൽ ഉത്തുംഗങ്ങളിൽ മനുഷ്യൻ കയറിയിരിക്കുമ്പോഴും, മെഡോ സാമ്രാജ്യത്തിന്റെ അധിപനായിരിക്കുന്ന ദാരിയസ് ആകട്ടെ, പേർഷ്യൻ രാജാവായിരിക്കുന്ന സൈറസ് ആയിരിക്കട്ടെ, ബാബിലോൺ സാമ്രാജ്യത്തിന്റെ അധിപന്മാരായിരുന്ന നെബൂഖദ്നേസറും അവന്റെ മക്കളും കൊച്ചുമക്കളുമായിരിക്കുന്ന ബെൽശസ്സർമാരായിരിക്കട്ടെ, അവരുടെയൊക്കെ കാലഘട്ടങ്ങളുടെ അവസാനത്തിൽ ദാനിയേലിന്റെ ചരിത്രം ഇങ്ങനെയാണ് എഴുതുന്നത്. പേർഷ്യൻ രാജാവായ കോരേശിന്റെ കാലം വരെയും ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു. പ്രതികൂലങ്ങളില്ലഞ്ഞിട്ടല്ല, അഗ്നിചൂളകളും സിംഹക്കുഴികളും കഴുത്തിന് നേരെ ഉയരുന്ന ളും ശംഖിന് നേരെ ഉയരുന്ന വെല്ലുവിളികളും പല പോകുന്നതായ പ്രതികൂലങ്ങളും ജീവിതത്തിൽ ദൈനംദിനം ദാനിയേൽ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ബാബിലോൺ, മേദ്യ, പേർഷ്യ എന്നീ 3 ബലമേറിയ സാമ്രാജ്യങ്ങളുടെ കാലഘട്ടത്തിലും
ദാനിയേൽ തല ഉയർത്തി നിൽക്കുന്നതിന്റെ കാരണം വാസ്തവത്തിൽ നെബൂഖദ്നേസർ പറഞ്ഞതാണ്, നോ സീക്രട്ട് വിൽ ബി എ ബർഡൻ ഫോർ യു, നോ സീക്രട്ട് ക്യാൻ ട്രബിൾ യു. ഇന്ന് പകൽക്കാലം ദാനിയേലിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. നിങ്ങളുടെ മേൽ അഭിഷേകത്തിന്റെ അധികാരമുണ്ട്. ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിലും രക്തത്തിലും അഭിഷക്തന്മാരായിരിക്കുന്ന നാം ഒരുമിച്ച്, സഭ ഒരുമിച്ച്, നമുക്കെതിരായ സകല സീക്രട്ട് പവറുകളെയും സീക്രട്ട് സ്ട്രാറ്റജികളെയും സീക്രട്ട് അജണ്ടകളെയും യേശുവിന്റെ രക്തത്തിനാലും നാമത്തിനാലും വചനത്തിനാലും അധികാരത്തിനാലും രക്തത്തിന്റെ ശക്തിയാൽ ക്യാൻസൽ ആകട്ടെ. Holy Spirit, Holy Spirit, the secret behind the kingdoms. No secret mystery is a burden or troubles you. No secret troubles you. ഇന്ന് പകൽ വിശ്വസിക്കണം. No secret behind the kingdoms. No secret power behind the iniquity, the lawlessness. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരട്ടെ. ഒരു രഹസ്യവും നിന്നെ വിഷമിപ്പിക്കത്തില്ല. ഒരു രഹസ്യവും നിനക്കൊരു വിഷമമായി മാറത്തില്ല. നോ സീക്രട്ട് ട്രബിൾസ് യു. സഭാപ്രസംഗിയുടെ പുസ്തകം അതിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ, സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ അവസാന വാക്യം, അല്ലെങ്കിൽ സഭാപ്രസംഗിയുടെ അവസാന വാക്യം 12-ാം അധ്യായം 14-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് രഹസ്യത്തെ കുറിച്ച് പറയുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരും. സീക്രട്സ് ബിഹൈൻഡ് ആക്ഷൻസ്, സീക്രട്ട് ബിഹൈൻഡ് ഡീഡ്, സീക്രട്ട് ബിഹൈൻഡ് വർക്ക്സ്. അവിടെ പറയുകയാണ്, സകല പ്രവർത്തികളെയും ദൈവം ന്യായവിസ്താരത്തിൽ കൊണ്ടുവരുമ്പോൾ അതിന്റെ പിറകിലുള്ള സീക്രട്ടുകളെയും കൂടെ ദൈവം കൊണ്ടുവരുമെന്ന്. The Lord shall bring every secret with its actions. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രവർത്തികളുടെ പിമ്പിൽ ചില രഹസ്യങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, പല വാക്കുകളുടെയും പിമ്പിൽ ഒരു രഹസ്യമുണ്ട്. പല ആക്ഷനുകളുടെയും പിമ്പിൽ, പല ഡീഡുകളുടെയും പിമ്പിൽ, പല വാക്കുകളുടെയും പിമ്പിൽ ഒരു രഹസ്യ അജണ്ടയുണ്ട്. പക്ഷെ ഇവിടെ പറയുകയാണ്, നോ സീക്രട്ട് ട്രബിൾസ് യു. നല്ല പ്രവൃത്തിയായാലും തീയ പ്രവൃത്തിയായാലും അതിന്റെ പിമ്പിലുള്ള സീക്രട്ടിനെ ഞാൻ ന്യായവിസ്താരത്തിൽ കൊണ്ടുവരും. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ, സാധാരണമെന്ന് തോന്നുന്ന ചില വാക്കുകൾ നിനക്കെതിരെ ചിലർ പറയുമ്പോൾ അതിന്റെ പിമ്പിൽ ഒരു സീക്രട്ട് ഉണ്ട്. സാധാരണമെന്ന് തോന്നുന്ന ചില പെരുമാറ്റങ്ങൾ നിനക്കെതിരെ കാണിക്കുമ്പോൾ, അവിചാരിതമെന്ന് തോന്നുന്ന, സാഹചര്യത്തിന്റെ സമ്മർദ്ദമെന്ന് തോന്നുന്ന, അല്ലെ പുള്ളിക്കാരന്റെ അറിവില്ലായ്മ എന്ന് തോന്നുന്ന പല പ്രവർത്തികളുടെ പിമ്പിലും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി നിങ്ങളെ ഉണർത്തി വിടുന്നു. There are some mysteries behind some behaviors, some actions. You must discern it. 64-ാം സങ്കീർത്തനത്തിലേക്ക് ഭക്തൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. 64-ാം സങ്കീർത്തനം 2-ാം വാക്യം, ദുഷ്കർമ്മികളുടെ ഗൂഢാലോചന. ആരുടെ ഗൂഢാലോചനയാണെന്നറിയാമോ? ദുഷ്കർമ്മികൾ. അപ്പം ദോഷം ചിന്തിക്കുന്നവരല്ല, ദോഷം പ്രവർത്തിക്കുന്നവരാണ്. ദുഷ്കർമ്മം, കർമ്മം എന്ന് പറഞ്ഞാൽ അതൊരു ആക്റ്റീവ് വോയിസ് ആണ്. അത് പ്രവർത്തിക്കുന്നതാണ്. അതൊരു വെർബാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ അത് വെർബ് എന്നാണ് അർത്ഥം. അപ്പം ദുഷ്കർമ്മം എന്ന് പറഞ്ഞാൽ ഒരു വിക്കഡ് വാക്ക് ആണ് പറയുന്നത്. അവന്റെ മനസ്സിനകത്തോ അവന്റെ ക്യാരക്ടറിനകത്തോ അല്ല, അവൻ വെർബായി, അവനതിനെ ആക്റ്റീവായിട്ടാണ്, അതൊരു ആക്റ്റീവ് വോയിസിലാണ് പറയുന്നത്. ദുഷ്കർമ്മികളുടെ ഗൂഢാലോചന. അവിടെ ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എനിക്കെതിരെ രഹസ്യ പദ്ധതി അകത്തു വെച്ച് മനുഷ്യൻ എനിക്കെതിരെ എന്തൊക്കെ ചെയ്താലും അതെനിക്കെതിരെ ഫലിക്കരുതേ എന്ന് പറയുകയാണ്. റിജോയ്സ് ഫാമിലി
ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ഏതെങ്കിലും ആക്ടിവിറ്റീസ്, ഏതെങ്കിലും ആക്ഷൻ നിങ്ങൾക്ക് നേരെ നടത്തുമ്പോൾ, ദൈവ കുടുംബങ്ങൾക്ക് നേരെ നടക്കുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് നേരെ നടക്കുമ്പോൾ, അതിന്റെ പിൻപിൽ ഏതെങ്കിലും ഒരു സീക്രട്ട് അജണ്ടയോ സ്ട്രാറ്റജിയോ ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് ക്യാൻസൽ ആകട്ടെ. നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ മതിൽ പണിതു, ഞാൻ മതിൽ പണിതു. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എന്താ പറയുന്നത് അറിയാമോ? ആമേൻ. ഞാൻ മതിൽ പണിതു. എന്റെ സഹോദരങ്ങളെ, നെഹമ്യാവാണോ മതിൽ പണിതേ? വാസ്തവത്തിൽ ഇസ്രായേൽ അല്ലേ പണിയുന്നത്? ആൾക്കാർ ഒത്തിരി പേരില്ലേ പണിയാൻ? നെഹമ്യാവാണോ കല്ലെടുത്ത് വെക്കുന്നേ? നെഹമ്യാവ് ഒരു ഭക്തനായ മനുഷ്യനല്ലേ? താനിങ്ങനെ അഹംഭാവം പറയുമോ? ഞാനാ മതിൽ പണിതെന്ന് പറയുമോ? ഇല്ല. പക്ഷെ നെഹമ്യാവ് ഇവിടെ ഭയങ്കരമായിട്ട് പറയുക, പണിതത് 100 പേരുണ്ട്, കല്ല് കയറ്റാൻ 1000 പേരുണ്ടായിരുന്നു, അതിന് ചാന്ത് കുഴയ്ക്കാൻ 2000 പേരുണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ മുഴുവനും ആക്സിസ് ഞാനായിരുന്നു എന്ന് പിശാചിന് അറിയാം. ഇന്ന് പകൽ ദൈവമക്കൾ തിരിച്ചറിയണം, നിന്റെ വീട്ടിലെ 10 പേരെ അല്ല പിശാചിന് നോട്ടം, നിന്റെ സഭയിലെ 100 പേരെ അല്ല പിശാചിന് നോട്ടം. പകരം മതില് പണിയുന്നതിന്റെ ബേസ് ആയിട്ട് നിൽക്കുന്ന ഒരുത്തൻ, മതില് പണിയുന്നതിന്റെ ആക്സിസ് ആയിട്ട് നിൽക്കുന്ന ഒരുത്തൻ. മനുഷ്യൻ നോക്കുമ്പോൾ കട്ട ചുമന്നത് പലര്, മണല് ചുമന്നത് പലര്. പക്ഷേ സെൻബല്ലത്തും തോബിയാവും നോക്കുമ്പോൾ മതില് പണിയുന്നത് അവിടെ കട്ട പൊക്കുന്നവരല്ല, മതില് പണിയുന്നത് അവിടെ മണല് വാരുന്നവരല്ല. സെൻബല്ലത്തും തോബിയാവും നോക്കുമ്പോൾ അവിടെ മതില് പണിയുന്നത് നെഹമ്യാവാണ്. ഇന്ന് പകൽ ഞാൻ ഒന്ന് പറയാം, ദൈവസഭയ്ക്കകത്ത് കൈയടിക്കുന്നവർക്കെതിരെ എല്ലാമല്ല പോരാട്ടം, ദൈവസഭയ്ക്ക് ദശാംശം കൊടുക്കുന്നവർക്കെതിരെ അല്ല പോരാട്ടം, ദൈവസഭയ്ക്കകത്ത് വന്ന് പാട്ടുപാടുന്നവർക്കെതിരെ എല്ലാമല്ല പോരാട്ടം. പകരം ദൈവസഭയെ പണിയുവാൻ തക്കവണ്ണം ദൈവം ഒരുത്തനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനെയാണ് പിശാച് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് തിരിച്ചറിഞ്ഞു കൊള്ളണം. മതില് പണിയുന്നത് 10 പേര് ചേർന്നല്ല, നെഹമ്യാവ് മതില് പണിയുന്നു. ഒറ്റയ്ക്ക് നിന്ന് മതില് പണിയുന്ന നെഹമ്യാവിനെതിരെ അവിടെ ഒരു കോൺസ്പിറസി, ഒരു സീക്രട്ട് അജണ്ട രൂപീകരിക്കപ്പെടുകയാണ്. എന്താണ് അതെന്നറിയാമോ? സെൻബല്ലത്തും ഗേശേമും എന്റെ അടുക്കൽ ആളയച്ചു, വരിക, ഓരോ സമഭൂമിയിലെ ഒരു ഗ്രാമത്തിൽ യോഗം കൂടുക എന്ന് പറയിച്ചു. എന്നോട് ദോഷം ചെയ്യുവാനായിരുന്നു അവരുടെ രഹസ്യ പദ്ധതി. എന്നോട് ദോഷം ചെയ്യുവാനായിരുന്നു അവരുടെ രഹസ്യ പദ്ധതി. ഇന്ന് രാത്രി ഇന്നെന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളെ, നെഹമ്യാവിനെതിരെ ഒരു രഹസ്യ പദ്ധതി, ആ പദ്ധതി ആക്ടിവേറ്റ് ആക്കണം, അത് ആക്ഷനിലേക്ക് കൊണ്ടുവരണം. അവരുടെ മനസ്സിലുണ്ടായ, അവരുടെ ആലോചന മുറിയിലുണ്ടായ ആ സീക്രട്ട് ആക്ഷനിലേക്ക് വരണമെങ്കിൽ, അത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഓരോ സമഭൂമിയിൽ നെഹമ്യാവിനെ കൊണ്ടുവരണം, ഒരു ഗ്രാമത്തിൽ നെഹമ്യാവിനെ കൊണ്ടുവരണം. പക്ഷേ നെഹമ്യാവിന്റെ അടുക്കൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ പോകരുത് എന്ന്. നെഹമ്യാവിനെ നോക്കിയിട്ട് പിൽക്കാലത്ത് സെൻബല്ലത്തും തോബിയാവും ഗേശേമും പറഞ്ഞു, നോ സീക്രട്ട് ക്യാൻ ട്രബിൾ നെഹമ്യ. നെഹമ്യാവിനെ ഒരു സീക്രട്ടിനും ട്രബിൾ ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ഒരു സീക്രട്ടിനും നമ്മളെ ട്രബിൾ ചെയ്യാൻ കഴിയാത്ത ഒരു കൃപയ്ക്കകത്തേക്ക് നമ്മൾ മറയട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആമേൻ, ദ സീക്രട്ട് പവർ ബിഹൈൻഡ് കിങ്ഡംസ്. 2, ദ സീക്രട്ട് ബിഹൈൻഡ് പീപ്പിൾ, മനുഷ്യരുടെ പ്രവർത്തികളുടെ പിന്നിലുള്ളതായിട്ടുള്ള സീക്രട്ടുകൾ. 3-ാമത്തെ സീക്രട്ടിലേക്ക് ഞാൻ കടന്നു വരാം, വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. 90-ാം സങ്കീർത്തനം അതിന്റെ 8-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, 90-ാം സങ്കീർത്തനം അതിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. അവിടെ അടുത്തതായിട്ടൊരു മിസ്റ്ററി പറയുകയാണ്, സീക്രട്ട് സിൻ, മിസ്റ്റീരിയസ് സിൻസ്. ജീവിതത്തിൽ എന്റെ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, രഹസ്യമായ പാപങ്ങളെ കൊണ്ട് പിശാച് മനുഷ്യനെതിരെ ആക്രമണങ്ങൾ പദ്ധതിയിടും. പക്ഷേ ദാനിയേലിനെ നോക്കിയിട്ട് നെബൂഖദ്നേസർ പറയുക, നിന്റെ ജീവിതത്തിലെ ഒരു രഹസ്യവും നിന്നെ ട്രബിൾ ചെയ്യത്തില്ല. ഓ, എന്നാ വാക്ക! ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, നമുക്ക് ധൈര്യത്തോടു കൂടി പറയാൻ കഴിയണം, എന്റെ ജീവിതത്തിലെ ഒരു സീക്രട്ടും എന്നെ ട്രബിൾ ചെയ്യുന്നതല്ല.
എന്റെ ജീവിതത്തിലെ ഒരു സീക്രട്ടും എന്നെ ട്രബിൾ ചെയ്യുന്നതല്ല. എന്റെ പേഴ്സണൽ ലൈഫിലെ ഒരു സീക്രട്ടും എന്റെ സീക്രട്ട് റിലേഷനുകൾ, എന്റെ സീക്രട്ട് കണക്ഷനുകൾ, ഇതൊന്നും എന്നെ ട്രബിൾ ചെയ്യുന്നതല്ല. പിശാച് എന്നെ തകർക്കാൻ, പിശാച് എനിക്കെതിരെ ക്ലെയിം ഉയർത്താൻ തക്കതായ ഒരു സീക്രട്ടും എന്റെ ഹൃദയത്തിനകത്തില്ലെന്ന് ഉറപ്പ് വേണം. കണ്ടോ, ഒന്ന് രാജ്യങ്ങളുടെ പിമ്പിലാണ് സീക്രട്ട് അജണ്ട, രണ്ട് വ്യക്തികളുടെ പിമ്പിലാണ് സീക്രട്ട് അജണ്ട, മൂന്ന് നമ്മളുടെ അകത്തു തന്നെയാണ് രഹസ്യ പാപങ്ങൾ. എന്നാൽ ഒരു മനുഷ്യന്റെ രഹസ്യ പാപങ്ങൾ അവന്റെ അകത്തിരിക്കുന്നിടത്തോളം പിശാച് അതിനെ വെച്ച് അവനെ ആക്രമിക്കാൻ തുടങ്ങും. പക്ഷെ അവന്റെ രഹസ്യ പാപം അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അതിൽ നിന്ന് കഴുകൽ പ്രാപിക്കുമ്പോൾ, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ, അന്തരംഗത്തെ ദൈവം കഴുകി പുതിയൊരു ഹൃദയത്തെയും ആത്മാവിനെയും നമുക്ക് നൽകുമ്പോൾ, രഹസ്യമായ ഒരു പാപവും പിശാചിനെ നമ്മുടെ മേൽ ആരോപിക്കുവാൻ, അത് വെച്ച് നമ്മളെ തകർക്കുവാൻ, അത് വെച്ച് നമ്മളെ ആക്രമിക്കുവാൻ സാധ്യമല്ല. സ്തോത്രം. ആകയാൽ ഒരു ദൈവപൈതൽ വിശുദ്ധീകരിക്കുന്നവന് തന്നെത്താൻ ദൈവസന്നിധിയിൽ യേശുവിന്റെ രക്തത്താൽ കഴുകുന്നവനായിരിക്കണം. നമ്മുടെ രഹസ്യങ്ങൾ ദൈവ മുമ്പാകെ നീതിയുള്ളതായിരിക്കണം. ദാവീദ് പറയുകയാണ്, കർത്താവേ, നീ രാത്രിയിൽ എന്നെ പരിശോധിച്ചു, ദുരുദ്വേഷം ഒന്നും കണ്ടെത്തിയില്ല. ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഇന്റഗ്രിറ്റി ശക്തമായി നിന്നാൽ പിശാചിന് അവനെതിരെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. 44-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ? അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ. ആകയാൽ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്ന ദാനിയേലിനെ, ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുന്ന ദാനിയേലിനെ നോക്കി നെബൂഖദ്നേസർ പറയുകയാണ്, നോ സീക്രട്ട് ട്രബിൾസ് യു. എന്നെ ട്രബിൾ ചെയ്യുന്ന ഒരു സീക്രട്ടും എന്റെ ജീവിതത്തിൽ ഇല്ല. ഇന്ന് രാത്രികാലം, ഇന്ന് ദൈവ വചനം കേൾക്കുന്ന എന്റെ സഹോദരങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളെ ട്രബിൾ ചെയ്യുന്ന ഒരു സീക്രട്ട് നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഇറ്റ് മേ ബി എ റിലേഷൻ, ഇറ്റ് മേ ബി എ അഫയർ, ഇറ്റ് മേ ബി സം ഫിനാൻഷ്യൽ ക്രൈസിസ്, ഇറ്റ് മേ ബി എനിത്തിങ്. ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങളുടെ സമാധാനത്തെ കളയുന്ന ഒരു സീക്രട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അല്ല എന്നിട്ടും നിങ്ങൾക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ, വിശ്വസ്തനായ ഒരു അഭിഷക്തനോടുകൂടെ ചേർന്ന് നിങ്ങൾ അത് ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ച് അതിനെ ഉപേക്ഷിച്ച് കളയണം. ഒരു സീക്രട്ടും നിങ്ങളെ ട്രബിൾ ചെയ്യരുത്. ഒരു ട്രബിളിങ് സീക്രട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ അന്തരംഗത്തിലെ ദൈവമേ, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. There must be an integrity in the depth of our heart. ഏത് പ്രതിസന്ധിക്കകത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും, ഏത് പരിശോധനയ്ക്കകത്ത് നമുക്ക് നിവരെ നിൽക്കാൻ കഴിയും. എല്ലാവരും നമ്മളെ കൈവിട്ടാലും നമുക്ക് നേരെ നിൽക്കാൻ കഴിയും. നമ്മളെ കുറിച്ച് ലോകം മുഴുവനും തിന്മ പറഞ്ഞാലും നമ്മുടെ പ്രത്യാശ നഷ്ടമാകത്തില്ല. If we have an integrity in the core of our heart, ഹൃദയത്തിന്റെ അഗാധതയ്ക്കകത്തൊരു പരമാർത്ഥത കിടപ്പുണ്ടെങ്കിൽ, there must not be any troubling secret in your life. Holy Spirit, ഇതെങ്ങനെ സാധിക്കും? എങ്ങനെ സാധിക്കുമെന്നുള്ള 4 വിഷയങ്ങളെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദാനിയേലിന്റെ അടുക്കൽ നെബൂഖദ്നേസർ പറയുകയാണ്, നിനക്ക് രഹസ്യമൊന്നും വിഷമമല്ലെന്ന് എനിക്കറിയാം. എങ്ങനെയാ ഇത്? ദാനിയേലിന് ഒരു സീക്രട്ട് പദ്ധതി അവനെതിരെ ജയിക്കത്തില്ല. താൻ എങ്ങനെ ഇത്രയും ഒരു ശക്തനായ മനുഷ്യനായത്? ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെ കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണയെ അപേക്ഷിപ്പാൻ തക്കവണ്ണം. ആമേൻ. ഈ രഹസ്യത്തെ സംബന്ധിച്ച് ദൈവത്തിന്റെ കരുണ അന്വേഷിപ്പാൻ തക്കവണ്ണം. ഇതായിരുന്നു ജീവിതത്തിൽ തനിക്കെതിരെ സംതിങ് മിസ്റ്റീരിയസ്ലി, സംതിങ് ഹിഡൻ ആയിട്ട്, സംതിങ് സീക്രട്ട് ആയിട്ട് ചലിക്കുന്നുവെന്ന് തുടങ്ങിയാൽ ദാനിയേൽ എന്ത് ചെയ്യുമെന്നറിയാമോ? അതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു.
ഒരു രാത്രി മുഴുവൻ ദാനിയേലും സ്നേഹിതരും ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇന്ന് ഞാൻ ആവർത്തിക്കട്ടെ, നൈറ്റ് പ്രേയേഴ്സ്, പേഴ്സണൽ പ്രേയേഴ്സ്, ഗ്രൂപ്പ് പ്രേയേഴ്സ്, ജീവിതത്തിലെ പ്രാർത്ഥന നമ്മൾക്കെതിരായിട്ടുള്ള സീക്രട്ട് പദ്ധതികളെ പൊളിക്കും. ആമേൻ. Desire mercies of God of heaven concerning the secret. നിങ്ങളുടെ കുടുംബത്തിനെതിരെ ചില കോൺസ്പിറസീസ് ഉളവാകുമ്പോൾ, നിങ്ങളുടെ മിഷനെതിരെ ചില ഗൂഢ പദ്ധതികൾ ഉളവാകുമ്പോൾ, നിങ്ങളുടെ ലൈഫിനെതിരെ ചില ഗൂഢ പദ്ധതികൾ ഉളവാകുമ്പോൾ, നിങ്ങളുടെ തലമുറകൾക്കെതിരെ ചില ഗൂഢ പദ്ധതികൾ ഉളവാകുമ്പോൾ, ആ രഹസ്യം സംബന്ധിച്ച് ദൈവത്തോട് കരുണ അപേക്ഷിക്കണം. കർത്താവേ, എന്റെ കുടുംബത്തിലെ രോഗത്തിന്റെ പിമ്പിൽ ഒരു സീക്രട്ട് സ്ട്രാറ്റജി ഉണ്ട്. കർത്താവേ, എന്റെ മിനിസ്ട്രിയുടെ പോർമുഖത്തിന്റെ പിമ്പിൽ ഒരു സീക്രട്ട് സ്ട്രാറ്റജി ഉണ്ട്. കർത്താവേ, എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ പോരാട്ടത്തിന്റെ പിമ്പിൽ ഒരു സീക്രട്ട് അജണ്ടയുണ്ട്. ഐ ക്യാൻ ഡിസേൺ ഇറ്റ്, ഓ ലോർഡ്. ഞാൻ അതിന്മേൽ ദൈവത്തിന്റെ കരുണ അപേക്ഷിക്കുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളിൽ ആരെങ്കിലും സ്പിരിച്വാലിറ്റിയിലോ മെറ്റീരിയൽ ഭാഗത്തോ എവിടെയെങ്കിലും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നെങ്കിൽ, അതിന്റെ പിമ്പിൽ ഒരു സീക്രട്ട് അജണ്ട നിങ്ങളെ വെല്ലുവിളിക്കുന്നുവെങ്കിൽ, ദൈവത്തോട് ആ വിഷയത്തിൽ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ആ ഒരു വിഷയത്തിൽ നമുക്ക് ചലനത്തെ, ദൈവിക മഹത്വത്തെ നേടുവാൻ കഴിയും. ഈ 30-ാം വാക്യത്തിലേക്ക്, ദാനിയേൽ 2:30 വരുമ്പോൾ ദാനിയേൽ പറയുകയാണ്, എനിക്കോ ജീവനോടിരിക്കുന്ന യാതൊരുത്തനെക്കാട്ടിലും അധികമായി ജ്ഞാനമൊന്നും ഉണ്ടായിട്ടല്ല. രാജാവിനോട് അർത്ഥം ബോധിപ്പിക്കേണ്ടതിനും തിരുമനസ്സിലെ വിചാരം തിരുമനസ്സുകൊണ്ട് അറിയേണ്ടതിനും അത്രേ ഈ രഹസ്യം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. ദാനിയേൽ പറയുകയാണ്, എന്റെ കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടുമല്ല രഹസ്യങ്ങൾ എന്റെ മുമ്പിൽ വെളിപ്പെട്ടത്, പകരം എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എനിക്ക് വെളിപ്പെട്ടതാണ്. ഇന്ന് രാത്രി ഇന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളെ, ഒരഭിഷക്തന് വിരോധമായി ഏത് നിഗൂഢ പദ്ധതികൾ എവിടെ ഉളവായാലും ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കും. ദാവീദിനെ കൊല്ലുവാൻ ശൗല് പദ്ധതി ഇടുമ്പോൾ യോനാഥാൻ അത് വെളിപ്പെടുത്തി കൊടുത്തു. ദാവീദിനെ വീട്ടിൽ കയറി കൊല്ലുവാൻ ദാവീദ് പദ്ധതി ഇടുമ്പോൾ ശൗലിന്റെ മകൾ മീഖൾ അത് വെളിപ്പെടുത്തി കൊടുത്തു. ശൗല് 2 പ്രാവശ്യം ദാവീദിനെ തകർക്കുവാൻ പദ്ധതി ഇടുമ്പോഴും, ഒരു പ്രാവശ്യം ശൗലിന്റെ മകനെ കൊണ്ടും മറ്റേ പ്രാവശ്യം ശൗലിന്റെ മകളെ കൊണ്ടും, ശൗലിന്റെ 2 മക്കൾ തന്നെ ശൗലിന്റെ ഗൂഢ പദ്ധതികളെ നിന്ന് ദാവീദിനെ, ശൗലിന്റെ മിസ്റ്റീരിയസ് അറ്റാക്കിൽ നിന്ന്, ശൗലിന്റെ ഹിഡൻ അജണ്ടയിൽ നിന്ന്, ശൗലിന്റെ സീക്രട്ട് അറ്റാക്കിൽ നിന്ന് ദാവീദിനെ ശൗലിന്റെ മക്കൾ തന്നെ രക്ഷിച്ചു. Because David was a man of God. David was a man of prayer. He was a man of worship. അവൻ ആരാധിക്കുന്ന മനുഷ്യനായിരുന്നു, അവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു, അവൻ ദൈവഭയമുള്ള മനുഷ്യനായിരുന്നു, അവൻ ദൈവത്തോട് പറ്റിയിരിക്കുന്ന മനുഷ്യനായിരുന്നു. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 47-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നെബൂഖദ്നേസർ ദാനിയേലിനെ നോക്കിയിട്ട് പറയുകയാണ്, നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാദി ദൈവവും രാജാദി രാജാവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാകുന്നു സത്യമെന്ന് കൽപ്പിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളെ, ആമേൻ, ഒരു സീക്രട്ട് അജണ്ടയും ഒരു സീക്രട്ട് പദ്ധതികളും എനിക്കും നിങ്ങൾക്കുമെതിരെ ഫലിക്കുകയില്ല. കാരണം നമ്മുടെ ദൈവം അതിനെ വെളിപ്പെടുത്തുന്ന രാജാദി രാജാവും കർത്താദി കർത്താവും ദൈവാദി ദൈവവുമാകുന്നു. He is God of gods. He is King of kings. ലോകം കണ്ട മഹത്തായ സാമ്രാജ്യത്തിന്റെ തലപ്പൊക്കത്തിൽ ഇരുന്നു കൊണ്ട് നെബൂഖദ്നേസർ പറയുകയാണ്, എന്റെ സിംഹാസനത്തെക്കാൾ വലുതായ ഒരു സിംഹാസനം നീ ആരാധിക്കുന്ന ദൈവത്തിൻ്റെതാണ്. ഇഷ്ടം പോലെ 33 കോടിയിലധികമായ ദൈവങ്ങൾ ചുറ്റി നിൽക്കുന്ന ബാബിലോണിൽ നിന്നുകൊണ്ട് നെബൂഖദ്നേസർ പറയുകയാണ്, ഇവിടെയുള്ള എല്ലാ ദൈവങ്ങളെക്കാട്ടിലും ഉന്നതനായിരിക്കുന്ന ഒരു ദൈവമാണ് നീ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി ഇന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവം ഉന്നതനാണ്, നമ്മുടെ ദൈവം ഉയർന്നിരിക്കുന്നവനാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാം ദൈവമാണ്, അവൻ നിത്യനാം പിതാവാണ്, ആധിപത്യം അവന്റെ തോളിലുണ്ട്. എല്ലാ നാമങ്ങൾക്കും മേലായ
നാമം പ്രാപിച്ചവനാണ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന നാമമാണ് അവൻ്റേത്. താൻ മാത്രം അമർത്യതയുള്ളവനാണ്. അവൻ മരണത്തിൽ നിന്ന് എഴുന്നേറ്റവനാണ്. ആകയാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മളുടെ ദൈവം ഉന്നതനായിരിക്കുന്നത് കൊണ്ട്, നമ്മുടെ ദൈവം ഉയർന്നവനായിരിക്കുന്നത് കൊണ്ട്, നമ്മുടെ ദൈവം ധന്യനായ ഏകാധിപതി ആയിരിക്കുന്നത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും എതിരായ ഒരു സീക്രട്ട് അജണ്ടകളും വില പോകത്തില്ല. ഒരു സീക്രട്ട് പദ്ധതികളും അത് പ്രോസ്പർ ചെയ്യത്തില്ല. നോ സീക്രട്ട് ക്യാൻ ട്രബിൾ യു. നോ സീക്രട്ട് വിൽ ബി എ ബർഡൻ ഫോർ യു. ഒരു മനുഷ്യനാകട്ടെ, ഒരു രാഷ്ട്രമാകട്ടെ, ഒരു സാമ്രാജ്യമാകട്ടെ, പാതാളത്തിലെ പൈശാചിക ഗണങ്ങൾ മുഴുവനും കൂടിച്ചേർന്നാകട്ടെ, നിങ്ങൾക്കെതിരെ രഹസ്യ പദ്ധതികൾ ഉളവാക്കിയാലും ദൈവം അത് സാധിപ്പിച്ചു കൊടുക്കത്തില്ല. Because we have a God, the great God. എന്റെ ദൈവം ഉന്നതനാണ്. എന്റെ സഹോദരങ്ങളെ, ഞാൻ 2 ഭാഗം കൂടെ പറഞ്ഞു നിർത്തുകയാണ്. ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. യഹോവയായ ദൈവം കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യത്തില്ല. ആർക്കാണ് രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരുന്നത്? രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരുന്നത് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക്. പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക്. ദാസന്മാർക്കല്ല, പ്രവാചകന്മാർക്കുമല്ല, പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക്. ഒരു ദൈവ പൈതലിൽ ഉണ്ടാകേണ്ട 2 സ്പിരിച്വൽ ആസ്പെക്ട്സ് ആണ് പറയുന്നത്. ഒന്ന്, he must be a prophet to reveal the secrets, to overcome the secret agendas. 2, അവൻ ദൈവത്തിന്റെ സെർവന്റ് ആയിരിക്കും. he must be a servant and he must be a prophet. prophet എന്ന് പറഞ്ഞാൽ ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്നവനും ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവനും. on behalf of God he must speak. ദൈവത്തെ സന്നിധിയിൽ ലിസൺ ചെയ്യുന്നവനും ദൈവത്തിന് പകരം സംസാരിക്കുന്നവനുമായിരിക്കണം prophet. അവന്റെ മേൽ ഒരു സീക്രട്ട് പദ്ധതിയും നടക്കത്തില്ല. ഞാൻ സിംപിളി പറയാം, അവന്റെ രഹസ്യ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവനും അവന്റെ പബ്ലിക് ലൈഫിൽ അവൻ ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്നവനുമായിരിക്കണം. ഞാൻ ആവർത്തിക്കട്ടെ, രഹസ്യ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവനും പരസ്യ ജീവിതത്തിൽ ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്നവനുമാകണം. അവനാണ് പ്രവാചകൻ. Who is a servant? ദൈവത്തിന്റെ ഹിതമെല്ലാം അനുഷ്ഠിക്കും. യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഫാദർഷിപ്പ് ഓഫ് ഗാഡ്, സൺഷിപ്പ് ഓഫ് അസ്. 2-മതായി പറയുകയാണ്, നിന്റെ രാജ്യം വരണമേ. യു ആർ അവർ കിങ്. ഞങ്ങൾ നിന്റെ പ്രജയാണ്. 3, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. യു ആർ അവർ ഹൈ പ്രീസ്റ്റ്. 4, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. യു ആർ അവർ മാസ്റ്റർ ആൻഡ് വി ആർ അവർ സെർവൻസ്. ഈ അടുത്ത ഓരോ ഭാഗങ്ങളും വരുമ്പോഴും ഇതെല്ലാം കൺഫെഷനാണ്. ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിച്ചു തരണമേ. യു ആർ അവർ ജഡ്ജ്. ഞങ്ങൾക്ക് അന്നുള്ള ആഹാരം തരണമേ. യു ആർ അവർ പ്രൊവൈഡർ. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഞങ്ങളെ കാക്കണമേ. യു ആർ അവർ പ്രൊട്ടക്ടർ. ഫാദർ ഗോഡ്, പ്രീസ്റ്റ് ഗോഡ്, കിങ് ഗോഡ്, ലോർഡ് ഗോഡ് ആസ് ലോർഡ്, ജഡ്ജ് ഗോഡ്, പ്രൊട്ടക്ടർ ഗോഡ്, പ്രൊവൈഡർ ഗോഡ്. ഇങ്ങനെ ദൈവത്തിന്റെ 7 തത്വങ്ങളാണ് യേശു കർത്താവ് പ്രാർത്ഥനയിൽ പഠിപ്പിക്കുന്നത്. 7 തത്വങ്ങൾ. പിതാവായ ദൈവം, പുരോഹിതനായ ദൈവം, രാജാവായിരിക്കുന്ന ദൈവം, യജമാനനായിരിക്കുന്ന ദൈവം, ന്യായാധിപനായിരിക്കുന്ന ദൈവം, സമ്പന്നനായി നമുക്കെല്ലാം ധാരാളമായി തരുന്ന ദൈവം, സംരക്ഷിക്കുന്ന ദൈവം. ഈ 7 ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്, അതാണ് യേശു കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. ഞാനത് പറഞ്ഞതിന്റെ സാരം അതിനകത്ത് പ്രധാനമായ ഒരു ഭാഗമാണ്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. യു ആർ അവർ മാസ്റ്റർ, വി ആർ അവർ സെർവന്റ്. യു ആർ അവർ മാസ്റ്റർ, വി ആർ അവർ സെർവന്റ്. എന്റെ സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, റിഫ്ലക്ഷൻ ഓഫ് ഫെയ്ത്ത് ഈസ് ഒബീഡിയൻസ്, റിഫ്ലക്ഷൻ ഓഫ് ട്രസ്റ്റ് ഈസ് ഒബീഡിയൻസ്. ഞാൻ ഒരാളെ വിശ്വസിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ അനുസരിക്കും. വിശ്വാസത്തോടുള്ള നമ്മുടെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അനുസരണമായിരിക്കും. ഒരിക്കൽ
ഒരു സർക്കസിൽ ഒരു മനുഷ്യൻ ഒരു കയറിൽ കൂടെ സൈക്കിൾ ഓടിക്കുകയാണ്. ഒരു കയറിൽ കൂടെ സൈക്കിൾ ഓടിക്കുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഗാലറിയിൽ ഇരുന്ന ഓഡിയൻസിന്റെ അടുക്കൽ ചോദിച്ചു, എനിക്ക് ഈ കയറിൽ കൂടെ സൈക്കിൾ ഓടിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു, തീർച്ചയായും. അദ്ദേഹം അതിൽ കൂടെ 2 വട്ടം ഓടിച്ചു, കൈവിട്ട് ഓടിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം ചോദിച്ചു, ഇതെന്റെ കുഞ്ഞാണ്, ഇവനെ ഞാൻ എന്റെ തോളത്തിരുത്തിക്കൊണ്ട് ഈ സൈക്കിൾ ഓടിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഗാലറിയിൽ ഇരുന്ന ജനം മുഴുവൻ കൈയടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, നിനക്ക് നിന്റെ കുഞ്ഞിനെയും തോളത്ത് വെച്ചുകൊണ്ട് ആ കയറിൽ കൂടെ സൈക്കിൾ ഓടിക്കുവാൻ കഴിയും. അയാൾ വീണ്ടും ഒരിക്കൽ കൂടെ ആ കമ്പി കയറിൽ കൂടെ സൈക്കിൾ ഓടിച്ചു. അവസാനമായി ചോദിച്ചു, ഞാൻ ഈ കയറിൽ സുരക്ഷിതനായി സൈക്കിൾ ഓടിക്കുമെന്ന് നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നു? എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്കെല്ലാം വിശ്വാസമുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വന്ന് എന്റെ കൂടെ ഈ സൈക്കിളിൽ കയറാമോ എന്ന് ചോദിച്ചു. ഗാലറി നിശബ്ദമായി. എന്റെ സഹോദരങ്ങളെ, ദിസ് ഈസ് റിഫ്ലക്ഷൻ ഓഫ് ഫെയ്ത്ത്. ഞാൻ ആ പുസ്തകത്തിൽ ഇങ്ങനെയാണ് വായിച്ചത്, ആർ യു റെഡി ടു ഗെറ്റ് ഇൻ ടു ദ വീൽ ബാരോ ഓഫ് ഗോഡ്? ദൈവത്തിന്റെ വീൽ ബാരോയിൽ, ലോകമാകുന്ന സർക്കസ് കളത്തിൽ ദൈവത്തിന്റെ വീൽ ബാരോയിൽ നിനക്ക് കയറാൻ കഴിയുമോ എന്ന്. That is the reflection of faith. Accept his calling. Accept his calling. നമ്മൾ പറയും, കർത്താവേ, ദൈവത്തിനെല്ലാം കഴിയും, അങ്ങയുടെ പുത്രനും ക്രൂശിൽ മരിക്കാൻ കഴിയും. He is calling. Will you come with me in this rope to do the wheelbarrow circus? അവിടെ നമ്മൾ പകയ്ക്കും. പലപ്പോഴും നമ്മളുടെ ഫെയ്ത്ത് ലൈഫ് ഗാലറിയിലെ കൈയടിയാണ്. ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ആഗ്രഹിക്കാം, ദൈവത്തിന്റെ വലുപ്പത്തെ അങ്ങനെ വിശ്വസിക്കാം. Let us be the servants of the good master. അവന്റെ പ്രവാചകന്മാരായ ദാസന്മാർക്ക് ഒരു രഹസ്യവും പ്രശ്നമാകത്തില്ല. If we are in the perfect will of God, if we are in the perfect submissive route, no secret can trouble us. അവന്റെ രഹസ്യ പദ്ധതികളൊക്കെ ദൈവത്തിന്റെ പദ്ധതിയുടെ റൂട്ടിന് വെളിയിൽ മാത്രമേ നടക്കത്തുള്ളൂ. How long I walk in the will, in the route, in the path, or in the strategic route of my God, no evil strategy, no demonic plans. ആ പ്രവചനത്തിൽ പറയുകയാണ്, അവിടെ ഞാൻ ഒരു പാതയും പെരുവഴിയും ഉണ്ടാക്കും, വിശുദ്ധ വഴി എന്ന് പേരാകും, പോഷന്മാർ പോലും തെറ്റിപ്പോകത്തില്ല. കാരണം മനുഷ്യന്റെ ഇന്റലിജൻസ് അല്ല അതിനകത്ത് ഗൈഡ് ചെയ്യുന്നത്, എന്റെ കൃപയാണ്. എന്നിട്ട് അടുത്തത് പറയുകയാണ്, ഒരു ദുഷ്ടമൃഗവും അതിൽ കയറി വരത്തില്ല. If we are in the perfect will of God, if we are in the heaven strategy, no secret can trouble us. Holy Spirit. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. 1 കൊരിന്ത്യർ 14:25. 1 കൊരിന്ത്യർ 14:25 ആ വാക്യം വായിച്ച് ഞാൻ നിർത്തുകയാണ്. ആത്മവരമില്ലാത്തവനോ, ഞാൻ അടുത്ത ഭാഗത്തിലെ 23 തുടങ്ങി വായിക്കാം. സഭയൊക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെങ്കിൽ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയുകയില്ല. എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്തു വന്നാൽ എല്ലാവരുടെയും വാക്കിനാൽ അവന് പാപബോധം വരും. അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും. അവന്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരും. If we are a spirit-filled group of people, if we are filled with the gifts of grace and anointing, അഭിഷേകത്താലും അതിന്റെ ആത്മവരങ്ങളാലും നാം നിറയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, every hidden secrets will be revealed in our worship, in our prayer room, in our anointed worship times. Let our worship be anointed. നമ്മുടെ ആരാധനകൾ അഭിഷേകത്താൽ മുഖരിതമായിരിക്കട്ടെ.
നമ്മുടെ പ്രാർത്ഥനകൾ അഭിഷേകത്താൽ മുഖരിതമായിരിക്കട്ടെ. നമ്മളെല്ലാവരും അന്യഭാഷകളിലും പ്രവചനങ്ങളിലും ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ പൈശാചിക രഹസ്യ പദ്ധതികൾ, മാനുഷിക രഹസ്യ അജണ്ടകൾ അവിടെ വെളിപ്പെട്ടു വരും. നോ സീക്രട്ട് ക്യാൻ ട്രബിൾ യു. മത്തായി സുവിശേഷം 10:26 അതാണ് പറയുന്നത്. എല്ലാ രഹസ്യവും വെളിപ്പെട്ടു വരും. ഇരുട്ടത്തിലുള്ളത് വെളിച്ചത്ത് വരുന്ന പോലെ ഗൂഢമായതെല്ലാം വെളിപ്പെട്ടു വരും. ദാനിയേലേ, നിനക്കൊരു രഹസ്യവും വിഷമമാക്കത്തില്ല. നോ ഹിഡൻ സീക്രട്ട് വിൽ ബി എ ബർഡൻ ഫോർ യു ആൻഡ് വിൽ നോട്ട് ട്രബിൾ യു. കാരണം രഹസ്യങ്ങളെ അറിയുന്ന, ഇരുട്ടുപോലും മറവല്ലാത്ത, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ള, മാറത്ത് പൊൻകച്ച കെട്ടിയ, ഉയർത്തെഴുന്നേൽക്കപ്പെട്ട തേജോമയനായ ക്രിസ്തു സ്വർഗത്തിൽ കയറിയാലും പാതാളത്തിലിറങ്ങിയാലും, സമുദ്രത്തിന്റെ അറ്റത്ത് പോയി കിടക്ക വിരിച്ചാലും, മരുഭൂമിയിൽ പാർത്താലും, അസകലവും അവന്റെ കണ്ണിന്റെ മുമ്പിൽ നഗ്നവും മലർന്നും കിടക്കുന്നു. യാതൊന്നും അവന്റെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നില്ല. ബിലീവ് ഇൻ ഗാഡ്, ട്രസ്റ്റ് ഇൻ ഗാഡ്, റിലൈ ഓൺ ഹിസ് പവർ. He will not forsake us. God bless you. God bless you. വിശുദ്ധ കർത്തൃദാസനെ, കുടുംബത്തെ, സഭയെ ഒക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളേവരും ക്രിസ്തുവിൽ അനുഗ്രഹീതരായിരിക്കട്ടെ, ധന്യരായിരിക്കട്ടെ, സുരക്ഷിതരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. God bless you.